നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ് എടുക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഈ പാഠഭാഗം എഴുതിയ സെൽമ ലാഗർലോഫിനെ കുറിച്ച് പഠിക്കാം. ഫുൾ നെയിം: സെൽമ ഒറ്റിലിയ ലോവിസ ലാഗർലോഫ്. സെൽമ ലാഗർലോഫിൻ്റെ മുഴുവൻ പേരാണ് സെൽമ ഒറ്റിലിയ ലോവിസ ലാഗർലോഫ്. ബോൺ ഇൻ നവംബർ 20, 1858 ഇൻ മർബാക്ക, സ്വീഡൻ. സ്വീഡനിലെ മർബാക്ക എന്ന സ്ഥലത്ത് 1858 നവംബർ 20 സെൽമ ലാഗർലോഫ് ജനിക്കുന്നത്. ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ടു വിൻ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ വനിതയാണ് സെൽമ ലാഗർലോഫ്. ഷീ റിസീവ്ഡ് ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1909. 1909 സെൽമ നൊബേൽ പ്രൈസ് നേടുന്നത്. ഫേമസ് വർക്ക്സ്: ദ വണ്ടർഫുൾ അഡ്വഞ്ചേഴ്സ് ഓഫ് നിൽസ്, ഗോസ്റ്റാ ബെർലിങ്സ് സാഗ. ഇവ രണ്ടുമാണ് സെൽമയുടെ ഫേമസ് വർക്ക്സ്. ഡെത്ത്: ഷീ ഡെഡ് ഓൺ മാർച്ച് 16, 1914 അറ്റ് ദ ഏജ് ഓഫ് 81. തൻ്റെ 81ാമത്തെ വയസ്സിൽ 1940 മാർച്ച് 16 സെൽമ അന്തരിച്ചു. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം. എ ഫ്യൂ ഡേയ്സ് എഗോ ഐ വാസ് സിറ്റിംഗ് ഇൻ ദ ട്രെയിൻ ബൗണ്ട് ഫോർ സ്റ്റോക്ക്ഹോം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്ന ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ഏർലി ഈവനിങ്. അതൊരു വൈകുന്നേരമായിരുന്നു. ദർ വാസ് ലിറ്റിൽ ലൈറ്റ് ഇൻ മൈ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ വെളിച്ചം കുറവായിരുന്നു. പുറത്ത് വെളിച്ചം ഒട്ടുമുണ്ടായിരുന്നില്ല. മൈ ഫെലോ പാസഞ്ചേഴ്സ് വെർ ഡോസിങ് ആൻഡ് ഐ വാസ് വെരി ക്വയറ്റ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. എൻ്റെ സഹയാത്രികർ ഉറങ്ങുകയായിരുന്നു. ഞാൻ വളരെ നിശബ്ദനായി ട്രെയിനിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. റാറ്റ്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രെയിനിൻ്റെ ശബ്ദമാണ്. ആൻഡ് ദെൻ ഐ ബിഗൻ ടു തിങ്ക് ഓഫ് ഓൾ ദ അതർ ടൈംസ് ഐ ഹാഡ് കം അപ്പ് ടു സ്റ്റോക്ക്ഹോം. പിന്നെ ഞാൻ സ്റ്റോക്ക്ഹോമിലെത്തിയ മറ്റ് എല്ലാ സമയങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇറ്റ് ഹാഡ് യൂഷ്വലി ബീൻ ടു ഡു സംതിങ് ഡിഫിക്കൽട്ട്. സാധാരണയായി ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ചെയ്യുക എന്നതായിരുന്നു അത്. സച്ച് ആസ് ടു പാസ് എക്സാമിനേഷൻസ്, പരീക്ഷകളിൽ വിജയിക്കുക പോലുള്ളവ. ആൻഡ് നൗ ഇറ്റ് വാസ് കമ്മിങ് ടു റിസീവ് ദ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. എന്നാൽ ഇപ്പോൾ സാഹിത്യത്തിനുള്ള സമ്മാനം സ്വീകരിക്കാൻ ഞാൻ വരുന്നു. ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൽട്ട്. അതും ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെന്ന് ഞാൻ കരുതി. 3ാമത്തെ പാരഗ്രാഫ്: ഡീപ്പ് വിത്തിൻ മീ ഹൗഎവർ വാസ് എ വണ്ടറസ് ജോയ് അറ്റ് റിസീവിങ് ദിസ് പ്രൈസ്. എന്നിരുന്നാലും ഈ സമ്മാനം ലഭിച്ചതിൽ എൻ്റെ ഉള്ളിൽ അതിശയകരമായ ഒരു സന്തോഷമുണ്ടായിരുന്നു. ഐ ട്രൈ ടു ഡിസ്പെൽ മൈ ആങ്സൈറ്റി ബൈ തിങ്കിങ് ഓഫ് ദോസ് ഹൂ വുഡ് റിജോയ്സ് അറ്റ് മൈ ഗുഡ് ഫോർച്യൂൺ. എൻ്റെ ഭാഗ്യത്തിൽ സന്തോഷിക്കുന്നവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എൻ്റെ ഉത്കണ്ഠ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചു. ഐ ട്രൈ ടു ദർ വർ മൈ ഗുഡ് ഫ്രണ്ട്സ്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മൈ ഓൾഡ് മദർ ഹൂസ് സിറ്റിംഗ് ബാക്ക് ഹോം വാസ് വെരി ഹാപ്പി ഹാവ് ലിവ് ടു സീ ദിസ് ഡേ. എൻ്റെ നല്ല സുഹൃത്തുക്കളും സഹോദരന്മാരും ഉണ്ടായിരുന്നു. ഒന്നാമതായി എൻ്റെ വൃദ്ധയായ അമ്മയും വീട്ടിലിരുന്ന് ഈ ദിവസം കാണാൻ ജീവിച്ചിരുന്നതിൽ സന്തോഷിച്ചു. ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഫെൽറ്റ് എ ഡീപ്പ് സോറോ ദാറ്റ് ഹി വാസ് നോ ലോങ്ങർ അലൈവ്. എന്നാൽ പിന്നീട് ഞാൻ എൻ്റെ പിതാവിനെക്കുറിച്ച് ചിന്തിച്ചു. അദ്ദേഹം ഇനി ഇല്ലെന്നതിൽ എനിക്ക് അതിയായ ദുഃഖം തോന്നി. എനിക്ക് നൊബേൽ സമ്മാനം ലഭിച്ച കാര്യം അദ്ദേഹത്തോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. I couldn't go and tell him that I had been awarded the Nobel Prize. I knew that no one would have been happier than he to hear this. എനിക്ക് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തെക്കാൾ സന്തോഷിക്കാൻ മറ്റാരുമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. Yes, it was a deep sorrow to me that I could not tell him. അതെ, അദ്ദേഹത്തോട് പറയാൻ കഴിയാത്തതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ടായിരുന്നു. 4ാമത്തെ പാരഗ്രാഫാണ്. ഓൾ റസിൽ ആൻഡ് ബസിൽ ceased and the sound of the wheels became a soothing, peaceful melody. ബഹളങ്ങളും നിലച്ചു. ചക്രങ്ങളുടെ ശബ്ദവും
ശബ്ദം ഒരു ശാന്തവുമായ സംഗീതമായി മാറി. കോച്ചുകൾ ഇനി പാളങ്ങളിലും സ്ലീപ്പറുകളിലും ഓടുന്നതായി തോന്നുന്നില്ല, മറിച്ച് ബഹിരാകാശത്തേക്ക് പറന്നുയരാൻ വേണ്ടിയായിരുന്നു. 5-ാമത്തെ പാരഗ്രാഫ്. ഐ സാറ്റ് there and thought how much I should like to see my old father again. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ വൃദ്ധയായ അച്ഛനെ വീണ്ടും കാണാൻ എത്രമാത്രം ആഗ്രഹിക്കണമെന്ന് ചിന്തിച്ചു. So light and soundless was the movement of the train that I could hardly imagine if I was on this earth. തീവണ്ടിയുടെ ചലനം വളരെ പ്രകാശവും ശബ്ദരഹിതവുമായിരുന്നു. ഞാൻ ഈ ഭൂമിയിലാണെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. And so I began to daydream, just think if I were going to meet father in paradise. I seem to have heard of such things happening to other people. Why then not to myself? Then train went gliding on, but it had a long way to go yet, and my thoughts raced ahead of it. അങ്ങനെ ഞാൻ ദിവാസ്വപ്നം കാണാൻ തുടങ്ങി. ഞാൻ പിതാവിനെ പറുദീസയിൽ, അതായത് സ്വർഗത്തിൽ കാണാൻ പോവുകയാണെങ്കിൽ. എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട്? പിന്നെ എനിക്ക് കാര്യങ്ങൾ സംഭവിക്കുന്നതായി തോന്നി. അങ്ങനെ തോന്നുന്നില്ല. ട്രെയിൻ നീങ്ങി, പക്ഷേ അതിനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. എൻ്റെ ചിന്തകൾ അതിനു മുന്നിൽ ഓടി. മറ്റുള്ളവർക്ക് ഉത്തരം. 6-ാമത്തെ പാരഗ്രാഫ്. ഫാദർ വിൽ certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and bird in front of him. അങ്ങനെ അവിടെ ഇരുന്ന് എൻ്റെ വൃദ്ധനായ അച്ഛൻ തീർച്ചയായും വരാന്തയിൽ ഒരു ആടുന്ന കസേരയിലിരിക്കും. മുന്നിൽ സൂര്യപ്രകാശവും പൂക്കളും പക്ഷികളും നിറഞ്ഞ ഒരു പൂന്തോട്ടം. അവൻ തീർച്ചയായും വായിക്കും. He will ask suddenly, "No, father, all is well," I will reply. But then, just as I am about to break my news to him, I will decide to keep it back just a while longer and try it indirect approach. "I have come to ask you for advice, father," I will say, "for I am very heavily in debt." പക്ഷേ എന്നെ കാണുമ്പോൾ അവൻ തൻ്റെ പുസ്തകം താഴെ വെച്ച് കണ്ണട നെറ്റിയിൽ ഉയർത്തിപ്പിടിച്ച് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് നടക്കും. അച്ഛൻ പറയും, "ശുഭദിനം എൻ്റെ മകളെ, നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്." അല്ലെങ്കിൽ, "എന്തുകൊണ്ട്? നീ ഇവിടെയുണ്ട്, സുഖമാണോ എൻ്റെ കുട്ടി?" അവൻ എപ്പോഴും ചെയ്തിരുന്നത് പോലെ. 7-ാമത്തെ പാരഗ്രാഫ്. He will settle again in his rocking chair and only then begin to wonder why I have come to see him. "You are sure there is something amiss?" he will ask suddenly. "No, father, all is well," I will reply. But then, just as I am about to break my news to him, I will decide to keep it back just a while longer and try to indirect approach. "I have come to ask you for advice, father," I will say, "for I am very heavily in debt." അച്ഛൻ വീണ്ടും തൻ്റെ ആടുന്ന കസേരയിൽ ഇരിക്കും. അപ്പോഴാണ് ഞാൻ എന്തിനാണ് അവനെ കാണാൻ വന്നതെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്. "ഒന്നും കുഴപ്പമില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ?" ഫാദർ പെട്ടെന്ന് ചോദിക്കും. "ഇല്ല പിതാവേ, എല്ലാം ശരിയാണ്," ഞാൻ മറുപടി നൽകും. എന്നാൽ എൻ്റെ വാർത്ത ഞാൻ അദ്ദേഹത്തോട് പറയാൻ പോകുമ്പോൾ അത് കുറച്ചുനേരം മാറ്റിവെച്ച് പരോക്ഷമായ സമീപനം പരീക്ഷിക്കാൻ ഞാൻ തീരുമാനിക്കും. "പിതാവേ, ഞാൻ നിങ്ങളോട് ഉപദേശം ചോദിക്കാൻ വന്നിരിക്കുന്നു," ഞാൻ പറയും. "ഞാൻ വളരെ കടത്തിലാണ്. I am afraid you will not get much help from me in this matter," father will reply. "One may well say of this place that it was everything except money." ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നിൽ നിന്ന് വലിയ സഹായം ലഭിക്കുന്നില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു," അച്ഛൻ മറുപടി പറയും. "പണമൊഴികെ മറ്റെല്ലാം ഈ സ്ഥലത്തുണ്ടെന്ന് ഒരാൾ പറഞ്ഞേക്കാം." "But it is not money that I owe. Do you remember how you used to play this piano and sing Bellman's songs to us children, and how you would let us read Techner and Runeberg and Andersen? It was then that I first fell into debt. Father, how shall I ever repay them for teaching me to love fairy tales and sagas of heroes?"
പക്ഷേ എനിക്ക് കടം കൊടുത്തിരിക്കുന്നത് പണമല്ല. നീ പിയാനോ വായിക്കുകയും ബെൽമൻ്റെ പാട്ടുകൾ കേൾക്കുകയും ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? ഞങ്ങൾക്ക് കുട്ടികളെ ടെക്നറെയും റൂൺബെർഗിൻ്റെയും ആൻഡേഴ്സിൻ്റെയും വായിക്കാൻ നിങ്ങൾ ഞങ്ങളെ എങ്ങനെ അനുവദിക്കും? അപ്പോഴാണ് ഞാൻ ആദ്യമായി കടത്തിലകപ്പെട്ടത്. അച്ഛാ, യക്ഷിക്കഥകളെയും വീരന്മാരുടെ ഇതിഹാസങ്ങളെയും സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചതിന് ഞാൻ എങ്ങനെ അവർക്ക് തിരികെ നൽകും? 10ാമത്തെ പാരഗ്രാഫ്. ഫാദർ വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ ആൻഡ് എ ലുക്ക് ഓഫ് വണ്ടർ വിൽ കെയിം ഇൻടു ഹിസ് ഐസ്. ഐ ആം ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് യു ഇൻടു ദിസ് ഡെപ്റ്റ്, ഹി വിൽ സേ. അച്ഛൻ തൻ്റെ ആടുന്ന കസേരയിൽ നിവർന്നു നിൽക്കും. അപ്പോൾ അവൻ്റെ കണ്ണിൽ ഒരു അത്ഭുതം തെളിഞ്ഞു വരും. നിന്നെ ഈ കടത്തിൽ വീഴ്ത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, അദ്ദേഹം പറയും. യെസ്, യു മേ ബി റൈറ്റ്, ഫാദർ, ബട്ട് ദെൻ റിമെമ്പർ ദാറ്റ് ഈസ് നോട്ട് ഓൾ ഓഫ് ഇറ്റ്. തിങ്ക് ഓഫ് those poor homeless vagabonds who used to travel up and down, playing the fool and singing all those songs. What do I not owe to them, to their mischief and mad pranks? And the old man and woman sitting in the train, small grey cottages telling me wonderful stories of water sprites and trolls and enchanted maidens. It was they who taught me that there is poetry in hard rocks and black forests. And I am in debt not only to people. There is a whole of nature and swell, the animals that work the earth, the birds in the skies, the trees and flowers. They have all told me some of their secrets. അച്ഛാ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ അത് മാത്രമല്ലെന്ന് ഓർക്കുക. മുകളിലേക്കും താഴേക്കും സഞ്ചരിച്ച് വിഡ്ഢികളെ കളിച്ച് ആ പാട്ടുകളെല്ലാം പാടിയിരുന്ന ആ ദരിദ്രരും വീടില്ലാത്തവരുമായ അലഞ്ഞു തിരിയുന്നവരെക്കുറിച്ച് ചിന്തിക്കുക. അവരുടെ കുസൃതികൾക്കും ഭ്രാന്തമായ തമാശകൾക്കും ഞാൻ അവരോട് എന്താണ് കടപ്പെട്ടിട്ടില്ല. അവരുടെ ചെറിയ ചാരനിറത്തിലുള്ള കുടിലുകളിൽ ഇരുന്ന് വാട്ടർ സ്പ്രൈറ്റുകളുടെയും ട്രോളുകളുടെയും മാന്ത്രിക കന്യകമാരുടെയും അത്ഭുതകരമായ കഥകൾ എനിക്ക് പറഞ്ഞു തന്ന വൃദ്ധ പുരുഷന്മാരും സ്ത്രീകളും കഠിനമായ പാറകളിലും കറുത്ത കാടുകളിലും കവിതയുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് അവരാണ്. ഞാൻ ആളുകളോട് മാത്രമല്ല കടപ്പെട്ടിരിക്കുന്നത്, പ്രകൃതി മുഴുവനുമുണ്ട്. ഭൂമിയിൽ നടക്കുന്ന മൃഗങ്ങൾ, ആകാശത്തിലെ പക്ഷികൾ, മരങ്ങളും പൂക്കളും, അവരെല്ലാം അവരുടെ ചില രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫാദർ വിൽ ബി ആസ് carefree and relaxed as he used to be. Never fear, child. There is a remedy for your trouble. അച്ഛൻ പഴയതുപോലെ തന്നെ നിസ്സംഗനും സ്വസ്ഥനുമായിരിക്കും. ഒരിക്കലും ഭയപ്പെടേണ്ട കുട്ടി, നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. I don't think, father, that you really understand how hard it is for me. I am also in debt to my readers. What would have become of me if no one had wanted to read my books? And don't forget all those who have written of me. Think of those in foreign lands who have worked for me. I owe them gratitude, father, both for their praise and for their censure. Yes, father will say, and I shall see him look a little less calm. അച്ഛ, എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് അങ്ങേക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ വായനക്കാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആരും എൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു? എന്നെക്കുറിച്ച് എഴുതിയ എല്ലാവരും മറക്കരുത്. വിദേശ രാജ്യങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുക. പിതാവേ, അവരുടെ പ്രശംസയ്ക്കും വിമർശനത്തിനും ഞാൻ അവരോട് നന്ദിയുള്ളവനാണ്. അതെ, അച്ഛൻ പറയും. അപ്പോൾ അവൻ കുറച്ചുകൂടി ശാന്തനാകുന്നത് ഞാൻ കാണും. 12ാമത്തെ പാരഗ്രാഫ്. റിമെമ്പർ ഓൾ who have helped me, father, I shall say. Think of my faithful friend, Eselde, who tried to open doors from me when no one dared to believe in me. All the love that has come to me, the honors, the distinctions. Do you not understand now that I had to come to you ask how such debts can be paid? എന്നെ സഹായിച്ച എല്ലാവരെയും ഓർക്കണമേ പിതാവേ, ഞാൻ പറയും. ആരും എന്നെ വിശ്വസിക്കാൻ ധൈര്യപ്പെട്ടാതിരുന്നപ്പോൾ എനിക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ ശ്രമിച്ച എൻ്റെ വിശ്വസ്ത സുഹൃത്ത് എസൽഡയെക്കുറിച്ച് ചിന്തിക്കുക. എനിക്ക് ലഭിച്ച എല്ലാ സ്നേഹവും ബഹുമതികളും
അത്തരം കടങ്ങൾ എന്നെ വീട്ടണമെന്ന് ചോദിക്കാൻ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരേണ്ടി വന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? Father has lowered his head and does not look so hopeful anymore. I agree, daughter. It is not going to be easy to find help for you, but surely there is nothing more you owe anyone. Yes, father, I have found it difficult enough to bear all that I owed before, but my biggest debt has not yet come. That is why I had to come to you for advice. ഫാദർ തല താഴ്ത്തി. ഇനി അത്ര പ്രതീക്ഷയോടിരിക്കുന്നില്ല. ഞാൻ സമ്മതിക്കുന്നു മകളെ, നിനക്ക് സഹായം കണ്ടെത്തുക എളുപ്പമായിരിക്കില്ല. പക്ഷേ തീർച്ചയായും നീ ആരോടും കടപ്പെട്ടിരിക്കുന്ന മറ്റൊന്നില്ലല്ലോ. അതെ അച്ഛ, എനിക്ക് മുമ്പുണ്ടായിരുന്ന കടമെല്ലാം കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഉപദേശത്തിനായി നിങ്ങളുടെ അടുക്കൽ വരേണ്ടി വരുന്നത്. 14th paragraph. I cannot understand how you could hope still more, father will say. Oh yes, I will reply, and then I will tell him all about this. I just cannot believe the academy, father will say, but looking at me and seeing my face, he will know it all true. And then every wrinkle in his face will tremble and tears will come into his eyes. Think, father is not only honor and money they are bestowing on me. They have shown that they have trust enough in me to single me out before the whole world. How shall I repay this debt? നിനക്ക് എങ്ങനെ കൂടുതൽ കടം കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അച്ഛൻ പറയും. ഓ അതെ, ഞാൻ മറുപടി പറയും. എന്നിട്ട് ഇതെല്ലാം ഞാൻ അവനോട് പറയും. എനിക്ക് അക്കാദമിയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, അച്ഛൻ പറയും. പക്ഷേ എന്നെ നോക്കുമ്പോഴും എൻ്റെ മുഖം കാണുമ്പോഴും അതെല്ലാം സത്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകും. അപ്പോൾ അവൻ്റെ മുഖത്തെ ഓരോ ചുളിവുകളും വിറയ്ക്കും. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ വരും. അച്ഛ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ബഹുമാനവും പണവും മാത്രമല്ല അവർ എനിക്ക് നൽകുന്നത്. മുഴുവൻ ലോകത്തിനു മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്താൻ തക്ക വിശ്വാസം അവർ എന്നിൽ ഉണ്ടെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? Father will sit and sim. No words will come as he thinks. Then drying tears of joy from his eyes, he will bang down his fist on the arm of the rocking chair and say, I will not rack my brains about problems that no one in heaven or nowhere on earth can solve. I am too happy that you have been given the Nobel Prize to worry about anything. അച്ഛൻ ഇരിക്കും. അവൻ ചിന്തിക്കുന്നത് പോലെ വാക്കുകൾ വരില്ല. പിന്നെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ വറ്റിച്ചുകൊണ്ട് അവൻ ആടുന്ന കസേരയുടെ കയ്യിൽ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ പറയും. സ്വർഗത്തിലോ ഭൂമിയിലോ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ തലച്ചോറ് അലട്ടുകയില്ല. ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട കാര്യമില്ലാത്ത വിധം നിങ്ങൾക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. 16th paragraph. Your Majesties, Your Royal Highness, Ladies and Gentlemen, having received no better answer than this to all my questions, it only remains to me to ask you to join me in the toast which I have the honor to purpose to the Swedish Academy. മഹാരാജാക്കരെ, രാജകീയ പിതാക്കന്മാരെ, മഹതികളെ, മാന്യരെ, എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇതിലും മികച്ച ഉത്തരം ലഭിച്ചിട്ടില്ലാത്തതിനാൽ സ്വീഡിഷ് അക്കാദമിക്ക് മുന്നിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആദരസൂചകത്തിൽ എന്നോടൊപ്പം ചേരാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ പാഠഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗം 10 പോയിന്റിലാക്കി ചുരുക്കി പഠിക്കാം. ട്രെയിൻ ജേർണി ടു സ്റ്റോക്ക്ഹോം, അതായത് സെൽമയുടെ സ്റ്റോക്ക്ഹോമിലേക്കുള്ള ട്രെയിൻ ജേർണിയെക്കുറിച്ച്. The narrator is traveling by train to Stockholm, reflecting quietly as other passengers sleep. The journey is symbolic and peaceful. രണ്ടാമത്തെ പോയിന്റ്, മെമ്മറീസ് ഓഫ് ഡിഫിക്കൽട്ട് വിസിൽസ്, അതായത് മുമ്പ് താൻ സ്റ്റോക്ക്ഹോമിലേക്ക് വന്ന കാര്യങ്ങളുടെ ഡിഫിക്കൽറ്റിയാണ് സെൽമ ഓർക്കുകയാണ്. പ്രീവിയസ് വിസിറ്റ് ടു സ്റ്റോക്ക്ഹോം were for challenging events like exams. This time it is
to receive the Nobel Prize in Literature. മൂന്നാമത്തെ പോയിന്റ്, joy and sorrow. The narrator feels joy at the honor but sorrow that their father who had passed away cannot share his proud moment. നാലാമത്തെ പോയിന്റ്, daydream of reunion. In a dream-like state, the narrator imagines meeting their father in the afterlife, sitting in his rocking chair on a veranda, surrounded by nature. അഞ്ചാമത്തെ പോയിന്റ്, revealing the debt. In this imagined conversation, the narrator tells their father they are deeply in debt, not financially but for the cultural and literary gifts he gave them. ആറാമത്തെ പോയിന്റ്, father's wisdom and calm. The father in the dream is supportive and wise. He listens as the narrator explains how they were shaped by stories, music and nature. ഏഴാമത്തെ പോയിന്റ്, gratitude to others. The narrator continues expressing debt to readers, friends and those who supported their work, even those who criticized this. എട്ടാമത്തെ പോയിന്റ്, the Academy's trust. The narrator emphasizes the greatest debt of all to the Swedish Academy for recognizing work and trusting them with his honor. ഒമ്പതാമത്തെ പോയിന്റ്, father's emotional response. Overcome with emotion, the father declares he won't worry about how to repay such a beautiful debt. He is simply overjoyed by the nature's achievement. പത്താമത്തെ പോയിന്റ്, final toast. The narrator ends the reflection by turning to the audience, proposing a toast to the Swedish Academy, having found peace and gratitude in his imagined dialogue with their father. കൂട്ടുകാർക്ക് ഈ പോയിന്റുകൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനും കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.